സ്വർഗവാണിയുടെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വളരെ സന്തോഷത്തോടെ സ്വർഗവാണി നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് സ്വർഗവാണിയിലേക്ക് വിളിക്കുക. ഇപ്പോൾ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. നമുക്ക് എടുത്തതിന് ശേഷം തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? പ്രിയ. പ്രിയ ചേച്ചി എവിടുന്നാ വിളിക്കുന്നത്? എവിടാ? കടപ്ര. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയുണ്ട്? മോന് ഹസ്ബൻഡ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? സമയം കിട്ടുമ്പോഴേ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ടിന്റെ 4 വരി ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? പാടാനൊന്നും അറിയില്ല, പറയുന്നു. പാട്ട് പറയാറുണ്ടല്ലേ? പറയാറുണ്ട്, ഇഷ്ടമാണ് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്. ഓക്കെ, ഇന്ന് ഞങ്ങൾ പാടി കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാട്ട് പറയാമോ? മറവിടമായി എനിക്ക് ഇഷ്ടമുണ്ട്. ഓക്കെ, മറവിടമായ എനിക്ക് യേശുണ്ട്, മറിച്ചിടും അവൻ എന്നെ ചിറകടിയിൽ അല്ലേ? ഓക്കെ, പാടാൻ നല്ലതായിട്ട് അറിയത്തില്ല. ആണോ? എന്നാൽ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് മൂളാവോ? അയ്യോ, മറവിടമായി എനിക്ക് യേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. ഓക്കെ, അപ്പം ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ആ പാട്ട് പാടാം. ബാക്കിയുള്ള ലൈൻസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കണം. ശരി. നമ്മുടെ ചേച്ചി ആവശ്യപ്പെട്ടത് ചേച്ചി നല്ലൊരു പാട്ടാണ്. പാട്ട് പാടിയിട്ട് ഓക്കെ. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. മറവിടമായി എനിക്ക് യേശുണ്ട്, മറിച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. ആരൊക്കെ മറന്നാലും നമ്മളെ മറക്കാത്ത നമ്മുടെ കർത്താവ് ഓരോ നിമിഷവും കോഴി തൻ്റെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ നമ്മളെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നു. ആ നല്ല ദൈവത്തെ നമുക്ക് എത്ര പാടിയാലും സ്തുതിച്ചാലും മതി വരികയില്ല. ഈ പാട്ടുകളുടെ വരികളൊക്കെ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? രാധാമണി. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് രാധാമണി. ആന്റി, വീട്ടിലാരൊക്കെയുണ്ട്? ഹസ്ബൻഡും. സുഖമായിട്ടിരിക്കുന്നോ രണ്ടുപേരും? കാഞ്ഞിരപ്പള്ളിയിലൊക്കെ എന്തുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, നല്ല വിശേഷം. ഓക്കെ, നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? കാണുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചായിരുന്നു ഒരു പ്രാവശ്യം. ആണല്ലേ? ഓക്കെ, ഇന്നത്തെ ദിവസം ആന്റിയുടെ ദിവസമായിരുന്നു, അതുകൊണ്ട് കിട്ടി. ഓക്കെ, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട, കണ്ടിന്യൂസ് ട്രൈ ചെയ്യുക കേട്ടോ.
ഓക്കെ. ഓക്കെ, അപ്പൊ ഇന്ന് നല്ലൊരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ടിന്റെ 4 വരി സ്വർഗവാണിക്ക് വേണ്ടി ആ, പാടാം. പാടാം. കൃത്തിലെന്നെ വഹിച്ചതീന മുള്ളിൽ കുരുക്കതിൽ വീണതില്ല, കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. രാധാമണി ആന്റി ഇതോ നല്ല സൂപ്പറായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇന്ന് പാടിത്തരേണ്ട പാട്ട് ഏതാ? നല്ലൊരു പാട്ട് പാടിക്കും. നല്ലൊരു പാട്ട് രാധാമണി ആന്റിക്കും മംഗളിനും വേണ്ടിയിട്ട് ഞങ്ങൾ പാടും കേട്ടോ. ആ, വീണ്ടും വിളിക്കണേ. ഓക്കെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു. ഇപ്പം കാഞ്ഞിരപ്പള്ളിയിലെ രാധാമണി ആൻറ്റിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് നമുക്ക് പാടാം. ഓക്കെ, ശരി. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. വളരെ അർത്ഥവത്തായ വരികളാണ്. ഈ ലോകത്തിൽ ആശ്രയമില്ലാതെ നിരാലംബരായി കഴിയുന്ന അനേകരുണ്ട്. അവർക്കെല്ലാം ഒരാശ്വാസമായിട്ട് ഈ പാട്ട് തീരട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തുണയില്ലാതെ ഞങ്ങൾ ഞരങ്ങുന്നു എന്ന് തോന്നുന്നവർ ആ ഒരു കർത്താവിൻ്റെ മുന്നിൽ അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അവർക്ക് താങ്ങും തണലായി എന്നും കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടിൻ്റെ വരികളായിരുന്നു. ഈ പാട്ട് നിങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു വെരി മച്ച്. ആരായി വിളിക്കുന്നത്? എൻ്റെ പേര് മാത്യു എന്നാണ്, കൊല്ലത്തു നിന്നാണ് ഞാൻ. മാത്യു, കൊല്ലം. ഓക്കെ, ഞങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഇപ്പോഴും വൈഫ് മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ? മക്കള് 2 പേരാണ്, 2 പേരും വെളിയിലാണ്. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ, കൊല്ലത്തൊക്കെ എന്തുകൊണ്ട് വിശേഷം? നല്ല സുഖമായിരിക്കുന്നു, സന്തോഷമാണ്. ഞാൻ നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഓ, താങ്ക് യു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഞങ്ങൾ സ്ഥിരം പ്രേക്ഷകൻ എന്ന് കേൾക്കുമ്പോൾ അതിലും വലിയൊരു സന്തോഷം പറയാനില്ല.
സാറ്റർഡേ 8:30 വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും ഞങ്ങളെ. ഓ ശരി ശരി. അപ്പം അങ്ങളെ നല്ലൊരു പാട്ട് അപ്പം ഇന്ന് ഈ വിളിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തില്. എനിക്ക് നല്ലൊരു പാട്ടൊന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും ഒന്ന് പാടാം. ഓക്കെ ആയിക്കോട്ടെ. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം. മതിയോ? ഓ നല്ല ബ്ലെസ്സഡ് ഒരു സോങ്. എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ആണ്. ഞാനെന്റെ സേവകരിക്കുന്ന 2 ആഴ്ചക്ക് മുമ്പ് 3 ആഴ്ചക്ക് മുമ്പ് പാട്ട് പാടിയത് ഞാൻ ഓർക്കുന്നുണ്ട്, പാട്ട് പാടിയത്. ഓ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്കിളിന് വേണ്ടി ഏത് പാട്ടാ പാടിത്തരണ്ടേ? ഇഷ്ടമുള്ളൊരു പാട്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ടായിരിക്കണേ. പഴയ ഒരു പാട്ട് അങ്കിളിന് വേണ്ടി പാടാം. നമ്മളൊക്കെ ഞങ്ങളുടെ പ്രായം ഒത്തിരി ഉള്ളവരാണ്, പഴയ പാട്ടിനോട് എപ്പോഴും താല്പര്യം. ഓ ശരി ശരി. ഓക്കെ, അപ്പൊ ഞങ്ങൾ നല്ലൊരു പാട്ട് പാടിത്തരാം. ദൈവം അനുഗ്രഹിക്കട്ടെ അങ്കിളിനെയും കുടുംബത്തെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. ഓക്കെ അങ്കിളെ, തീർച്ചയായിട്ടും. ഓക്കെ, ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ഓക്കെ ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ ബൈ. അപ്പം കൊല്ലത്തുനിന്ന് മാത്യു അങ്കിള് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു അങ്കിള്. അതെ, അപ്പം നല്ല പാട്ടൊക്കെ പാടി തന്നു, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് അങ്കിളിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട്, നല്ലൊരു പഴയ ഗാനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ലൊരു പാട്ട് പാടാം. നമ്മുടെ മാത്യു അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു പഴയ ഗാനം ഇന്ന് പാടാനായിട്ട് കഴിഞ്ഞു. പ്രിയങ്കളിന് ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകും. കാരണം ഇന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്ഥിരമായി ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്നൊരു വ്യക്തിയാണ്. അത് കേട്ടിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ പ്രിയ മാത്യു അങ്കിളിനെയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസവും ഇന്നത്തെ ടൈമും സ്വർഗ്ഗവാണിയുടെ ടൈം ഇവിടെ കഴിയുകയാണ്. ഇന്നും വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. ഇന്നത്തെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് നല്ല ബലമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും വീണ്ടും കാണുന്നത് വരെ ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താൽക്കാലികമായി വിടവാങ്ങുന്നു. നന്ദി.